ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് പ്രസ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, നാഷണൽ അർബൻ കോഓപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, പെണ്ണാർ പാലാർ കാവേരി ലിങ്ക് കനാൽ, PQ3 പ്രോട്ടോകോൾ, ന്യൂ GI ടാക്സ്, വൈറ്റ് റവല്യൂഷൻ 2.0, പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഇൻ ഇന്ത്യൻ ഹിമാലയൻ റീജിയൻ. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയെ കുറിച്ചാണ്. ഈ പ്രസ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഈ പ്രസിന്റെയും അതുപോലെ തന്നെ പീരിയോഡിക്കൽസിന്റെ ഒക്കെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാരുടെ സമയത്തുണ്ടായിരുന്ന ഒരു നിയമമുണ്ട്. അതിന്റെ പേരാണ് പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ബുക്സ് ആക്ട് 1867 എന്ന് പറയുന്നത്. അപ്പോൾ ആ നിയമത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 2013 ഇന്ത്യൻ പാർലമെന്റ് പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പീരിയോഡിക്കൽസ് ആക്ട് 2023 എന്ന് പറയുന്നൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് റീസെന്റ് ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടി ആ പുതിയ നിയമം ഇനിയിപ്പോൾ നടപ്പിലാക്കി തുടങ്ങാൻ പോവാണ്. അപ്പോൾ അത്തരത്തിലത് നടപ്പിലാക്കി തുടങ്ങുന്ന സമയത്ത് ആ നിയമത്തിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്രസ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അപ്പോൾ ഈ പ്രസ് രജിസ്ട്രാർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആക്ച്വലി ഇന്ത്യയിൽ നിലവിൽ വന്നിട്ട് കുറച്ച് കാലങ്ങളായി. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ നിയമത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 1867 പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ബുക്സ് ആക്ട് 1867 റീപ്ലേസ് ചെയ്തുകൊണ്ട് പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പീരിയോഡിക്കൽസ് ആക്ട് 2023 എന്ന് പറയുന്ന പുതിയ നിയമം വന്നിട്ടുണ്ട്. അത് മാർച്ച് 1 തൊട്ടാണ് ഈ നിയമം നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നിയമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ന്യൂസ് പേപ്പേഴ്സിനെയും അതുപോലെ തന്നെ പീരിയോഡിക്കൽസിനെയും ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു ഓൺലൈൻ പോർട്ടൽ ഇതിന്റെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രജിസ്ട്രേഷൻ ഇനി ഓൺലൈനായിട്ട് നടത്താൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രസ് സേവാ പോർട്ടൽ ഈ നിയമത്തിന്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ ഈ പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ബുക്സ് ആക്ട് അനുസരിച്ച് ഉണ്ടായിരുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് രജിസ്ട്രാർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഫോർ ഇന്ത്യ, അല്ലെങ്കിൽ RNI എന്ന് പറയുന്നത്. ആ രജിസ്ട്രാർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോർഡിനെ ഈ പുതിയ നിയമത്തിലൂടെ അതിന് പുതിയൊരു റീഡെസിഗ്നേഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റിയുടെ പേര് മാറ്റിയിട്ട് പ്രസ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ നിയമത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പ്രസിന്റെയും ന്യൂസ് പേപ്പേഴ്സിന്റെയും അതുപോലെ തന്നെ പീരിയോഡിക്കൽസിന്റെ ഒക്കെ രജിസ്ട്രേഷൻ, അതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്ട്രീം ലൈൻ ചെയ്യുക, അതുപോലെ തന്നെ മാനുവൽ ആയിട്ടുണ്ടായിരുന്ന ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഓൺലൈൻ ആക്കി മാറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. അതർ ദാൻ ദാറ്റ് പഴയ ഒരു നിയമത്തിന്റെ ഒരു പുതുക്കിയ രൂപം മാത്രമാണ് അതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്രസ് സേവാ പോർട്ടൽ ഇത്തരത്തിൽ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഈ രജിസ്ട്രേഷനും കാര്യങ്ങൾക്കൊക്കെ ഒരു പേപ്പർലെസ് പ്രോസസ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഈ ബുക്കുകളും അതുപോലെ തന്നെ ജേർണൽസും ഒക്കെ ഈ നിയമത്തിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പുതിയ നിയമത്തിൽ അവരെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മൾ ഈ പറയുന്ന പ്രസ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇത് നേരത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രജിസ്ട്രാർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഫോർ ഇന്ത്യ എന്നുള്ള പേരിലായിരുന്നു. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കാരണം ഈ ഒരു നിയമത്തിന്റെ കീഴിൽ വരുന്നതുകൊണ്ട് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇവരുടെ പാരന്റ് മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള പബ്ലിക്കേഷൻസ് ലൈക്ക് ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ് ഒക്കെ പോലുള്ള പബ്ലിക്കേഷൻസിനെ രജിസ്റ്റർ ചെയ്യാണ് ഇവർ ചെയ്യുന്നത്. ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 1956 രജിസ്ട്രാർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡി നേരത്തെ പറഞ്ഞ പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ബുക്സ് ആക്ട് 1867 1853 അമെൻഡ് ചെയ്തുകൊണ്ട് ആ അമെൻമെന്റിന്റെ അടിസ്ഥാനത്തിൽ 1856 ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി നിലവിൽ വരുന്നത്. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് നാഷണൽ അർബൻ കോഓപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഏജൻസിയാണിത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹോം മിനിസ്റ്റർ അമിത്ഷാ ഇതിനെക്കുറിച്ച് ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുള്ളൊരു വാർത്ത ഇന്നലത്തെ ഹിന്ദുവിന്റെ പേജ് 9 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നാഷണൽ അർബൻ കോഓപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അല്ലെങ്കിൽ NUCFDC എന്ന് പറയുന്ന അതോറിറ്റിയെ കുറിച്ചാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. NUCFDC എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സുപ്പീരിയർ അതോറിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി ഈ പറയുന്ന ഇത്തരത്തിലുള്ള ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സർവീസസിനെ കോർഡിനേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ബാങ്കുകളും റെഗുലേറ്ററി ബോഡീസും തമ്മിലുള്ള ഡയലോഗ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക,
ഈ സെക്ടർ നേരിടുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചസിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെയാണ് ഈ യൂണിയൻ നാഷണൽ അർബൻ കോഓപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പം ഇനി അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഗോളുകളായിട്ട് പറയുന്നത് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്, ഒന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിങ് സെക്ടറിനെ ആധുനികവൽക്കരിക്കുക അല്ലെങ്കിൽ മോഡേണൈസ് ചെയ്യുകയും അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക. അതിലൂടെ ഇവരുടെ ഈ ബാങ്കുകളുടെ ക്ലയൻസിനും അതുപോലെ തന്നെ ബാങ്കുകൾക്കൊക്കെ ഉള്ള അവരുടെ സർവീസ് ബെറ്റർ ആക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഇനി ഈ ഒരു അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി ആയിട്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷനൊക്കെ RBIയിൽ നിന്ന് ഇവർ നേടിയെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഈ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്കിടയിലുള്ള ഒരു സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ ആയിട്ടാണ്, അതായത് വിത്തിൻ ദ സെക്ടറിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന മെമ്പർ ബാങ്കുകൾ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബെസ്റ്റ് പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉറപ്പുവരുത്തുന്നതും ഇവരാണെന്ന് മനസ്സിലാക്കുക. ഇനി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകളെ കുറിച്ച് കൂടി ജസ്റ്റ് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. സോ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇന്ത്യയിലെ നഗരമേഖലകളിൽ പ്രവർത്തിക്കുന്ന കോഓപ്പറേറ്റീവ് ബാങ്കുകളെയാണ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പറയാം. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് മറ്റുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ പോലെ തന്നെ ഒന്നുകിൽ സംസ്ഥാനങ്ങളുടെ കീഴിൽ, ഒരു സംസ്ഥാനത്തിനകത്ത് മാത്രം വർക്ക് ചെയ്യുന്ന അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആണെങ്കിൽ അത് ആ സംസ്ഥാനത്തിലെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചായിരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. ഇനി അതല്ല മൾട്ടിപ്പിൾ സ്റ്റേറ്റുകളിൽ പ്രവർത്തിക്കുന്ന അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആണെങ്കിൽ അത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 2002 എന്ന് പറയുന്ന ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമമുണ്ട്, അതിന്റെ കീഴിലായിരിക്കും അല്ലെങ്കിൽ ആ നിയമം അനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക. ഇനി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സിന്റെ റെഗുലേഷൻ അല്ലെങ്കിൽ ആരാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സംസ്ഥാനങ്ങൾക്കകത്തുള്ള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആണെങ്കിൽ ആ സംസ്ഥാനങ്ങളിലുള്ള രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നൊരു ഓഫീസർ ഉണ്ടാകും. അദ്ദേഹമായിരിക്കും ഇവരുടെ റെഗുലേറ്ററി അതോറിറ്റി. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെങ്കിൽ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ കീഴിലാണ് ഇവർ വരിക. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ നഗരമേഖലകളിൽ അർബൻ ആൻഡ് സെമി അർബൻ റീജിയൻസിലായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക എന്നും മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പെണ്ണാർ പാലാർ കാവേരി ലിങ്ക് കനാലിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇന്നലത്തെ ഹിന്ദുവിൻ്റെ പേജ് 12 നമ്മുടെ ഇന്ത്യയിലെ റിസോഴ്സസ് എസ്പെഷ്യലി വാട്ടർ റിസോഴ്സസ് ഒക്കെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗത്തെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, മാനേജിങ് അവർ റിസോഴ്സസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ പെണ്ണാർ പാലാർ കാവേരി ലിങ്ക് കനാലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് ഒരു പ്രപ്പോസ്ഡ് ആയിട്ടുള്ള പദ്ധതിയാണെന്ന് മനസ്സിലാക്കുക. സോ ഈ പദ്ധതിയെക്കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പെണ്ണാർ പാലാർ കാവേരി ലിങ്ക് കനാൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഉള്ള പ്രധാനപ്പെട്ട നദികളായിട്ടുള്ള മഹാനദി അതുപോലെ തന്നെ ഗോദാവരി എന്നീ റിവേഴ്സിൽ നിന്നുള്ള വെള്ളം വാട്ടർ ഡെഫിസിറ്റ് അനുഭവിക്കുന്ന കൃഷ്ണ പെണ്ണാർ കാവേരി വൈഗ ബേസിനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസ്ഡ് ലിങ്ക് കനാലാണ് ഈ പെണ്ണാർ പാലാർ കാവേരി ലിങ്ക് കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒരു കനാലിനെ, ഒരു ലിങ്ക് കനാലിനെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഓൾറെഡി നിലവിലുള്ള പെണ്ണാർ റിവറിലുള്ള ഒരു സോമശില എന്ന് പറയുന്ന ഒരു റിസർവോയർ ഉണ്ട്. ആ റിസർവോയർ മുതൽ അത് ആന്ധ്രാപ്രദേശിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നിലവിലുള്ള തമിഴ്നാട്ടിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള കാവേരി റിവറിലൊരു ഗ്രാൻഡ് അനിക്കട്ട് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ അതുമായിട്ട് ഈ കനാലിനെ കണക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു കോണ്ടൂർ കനാലായിരിക്കും എന്നാണ് പറയുന്നത്. ഏകദേശം 529 കിലോമീറ്റർ ലെങ്ത് ഉള്ള ഒരു കോണ്ടൂർ കനാലായിരിക്കും ഇതെന്നാണ് പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ സോമശില ഡാം തൊട്ട് ഗ്രാൻഡ് ആനിക്കട്ട് വരെയാണ് ഈ കനാൽ ഉണ്ടാവുക. അതായത് പ്രധാനമായിട്ടും ആന്ധ്രാപ്രദേശിൽ നിന്ന് തമിഴ്നാട്ടിലേക്കാണ് ഈ കനാൽ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സ്റ്റേറ്റുകളിലായിരിക്കും ഈ കനാൽ കിടക്കുന്നുണ്ടാവുക. ഈ സോമശില ഡാം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പെണ്ണാർ റിവറിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ആന്ധ്രാപ്രദേശിലാണെന്നും മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് PQ3 പ്രോട്ടോകോൾ ആണ്. സോ ഈ PQ3 പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ആപ്പിൾ റീസെൻ്റ്ലി അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ എൻക്രിപ്ഷൻ മെത്തേഡാണ്. അപ്പോൾ ഇത് എസ്പെഷ്യലി ക്വാണ്ടം ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഹാക്കിങ്ങിന് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ത്രെഡ്സിനൊക്കെ ഓവർകം ചെയ്യാൻ കേപ്പബിൾ ആണ് ഈ ഒരു പ്രോട്ടോകോൾ എന്നാണ് ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 9 ഹൗ ഡസ് ആപ്പിൾസ് PQ3 പ്രോട്ടോകോൾ എൻഹാൻസ് ഡാറ്റ സെക്യൂരിറ്റി ഫോർ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ PQ3 പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ആപ്പിളാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്.
ഈ PQ3 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ലെവൽ 3 പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു എൻക്രിപ്ഷൻ മെത്തേഡാണെന്ന് മനസ്സിലാക്കുക. ഇതൊരു പോസ്റ്റ് ക്വാണ്ടം ക്രിപ്റ്റോഗ്രാഫിക് പ്രോട്ടോക്കോളാണ്. അത് ബേസിക്കലി എൻഡ് ടു എൻഡ് സെക്യൂർ ആയിട്ടുള്ള മെസ്സേജിങ്സിനെ എൻഡ് ടു എൻഡ് സെക്യൂർ മെസ്സേജിങ്സിനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ്. സോ ഇത് നിലവിൽ ആപ്പിൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് iMessagesലായിരിക്കും ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത് ലെവൽ 3 സെക്യൂരിറ്റി ഉള്ള ആദ്യത്തെ മെസ്സേജിങ് പ്രോട്ടോക്കോളാണ് ഈ PQ3 പ്രോട്ടോക്കോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഹൈലി സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടം അറ്റാക്സിനെ വരെ ഡിഫെൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇതിനുണ്ടെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റുള്ള എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനുള്ള മെസ്സേജിങ് ആപ്പുകൾ, ഇപ്പോൾ വാട്സാപ്പ് ഒക്കെ അതിനൊരു പ്രൈമറി എക്സാമ്പിളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്പുകൾ അവർ യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് എൻക്രിപ്ഷൻ മെത്തേഡ്സ് ആണ്. അതായത് അതിനകത്തൊരു പബ്ലിക് കീയും ഒരു പ്രൈവറ്റ് കീയും ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ സ്റ്റാൻഡേർഡ് എൻക്രിപ്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കാട്ടിലൊക്കെ സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് അതിനെക്കാട്ടിലൊക്കെ ബെറ്റർ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ PQ3 അല്ലെങ്കിൽ ലെവൽ 3യിലുള്ള ഈ PQ3 എന്ന് പറയുന്ന അവരുടെ പുതിയ മെസ്സേജിങ് എൻക്രിപ്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ എൻക്രിപ്ഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ന്യൂ GI ടാഗ്സ് ആണ്. അപ്പോൾ GI ടാഗ്സിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് പ്രാവശ്യം ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ GI ടാഗ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ ഇന്നലെ ഇന്ത്യയിൽ പുതിയ കുറേ പ്രോഡക്റ്റുകൾക്ക് GI ടാഗ് കൊടുത്തതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12-നകത്ത് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 10ഓളം പ്രോഡക്റ്റുകൾക്ക് ഇത്തരത്തിൽ GI ടാഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ GI ടാഗിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇനി നമ്മൾ പറയുന്നില്ല. ജസ്റ്റ് ഇപ്പോൾ പുതുതായിട്ട് GI ടാഗ് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അതിനകത്ത് ഒന്നാമത്തത് ഒരു കട്ടക് റൂപ തരകാസി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഈ തരകാസി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സിൽവർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഈ ഓർണമെൻ്റൽ ആയിട്ടുള്ള ഒരു വർക്കാണ് ഈ കട്ടക് റൂപ തരകാസി എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി ഒഡീഷയിലെ കട്ടക് സിറ്റിയിലാണ് ഉള്ളത്. അപ്പോൾ അതിനാണ് GI ടാഗ് കിട്ടിയിട്ടുള്ള ഒരു സാധനം. പിന്നെ രണ്ടാമത്തത് ഒരു ബാംഗ്ലാർ മുസ്ലിം എന്ന് പറയുന്ന ഒരു മുസ്ലിനാണ്. ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഹാൻഡ്ലൂം ക്രാഫ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് ബംഗാളിലാണ് ഉള്ളത്. അപ്പോൾ ഇത് ഒരു കോട്ടണൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു ഫൈനസ്റ്റ് ടൈപ്പ് ഓഫ് മുസ്ലിനാണെന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തത് നരസാപൂർ ക്രോക്കറ്റ് ലേസ് പ്രോഡക്ട്സ് ആണ്. ഇത് ആന്ധ്രാപ്രദേശിൽ ഉള്ളതാണ്. ഇതും ഒരു ടൈപ്പ് ഓഫ് ഹാൻഡ്ലൂം ടൈപ്പ് ഓഫ് ഒരു ക്രാഫ്റ്റ് ആണ്, ടെക്സ്റ്റൈൽ ആണെന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന് കച്ച് റോഗൻ ക്രാഫ്റ്റ് ആണ്. ഇത് ഗുജറാത്തിലെ കച്ച് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റിംഗ് ആണ്. പിന്നെ ഉള്ളത് റത്ലാം റിയവാൻ ലാഷൂൺ എന്ന് പറയുന്ന ഒന്നാണ്. ഇതൊരു ഗാർലിക് വെറൈറ്റിയാണ്. ഇത് മധ്യപ്രദേശിലെ റാറ്റ്ലാം ഡിസ്ട്രിക്റ്റിനകത്തുള്ള ഒരു റിയാവാൻ എന്ന് പറയുന്ന ഒരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗാർലിക് വെറൈറ്റിയാണ്. അടുത്തത് അംബാജി വൈറ്റ് മാർബിൾസ് ആണ്. സോ ഈ അംബാജി വൈറ്റ് മാർബിൾസും ഗുജറാത്തിൽ നിന്നുള്ളതാണ്. സോ ഇത് ഈ വൈറ്റ് മാർബിൾസ് ഫോം ചെയ്യുന്നത് ലൈം സ്റ്റോൺസ് റീക്രിസ്റ്റലൈസ് ചെയ്യുന്ന സമയത്ത്, അതായത് എർത്തിൻ്റെ ക്രസ്റ്റിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രഷറും ഹീറ്റും കാരണം ലൈം സ്റ്റോൺസ് റീക്രിസ്റ്റലൈസ് ചെയ്തുണ്ടാകുന്നതാണ് ഈ അംബാജി വൈറ്റ് മാർബിൾസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ത്രിപുര റിസ ടെക്സ്റ്റൈല്, ഹൈദരാബാദ് ലേസ് ബാംഗിൾസ്, അതുപോലെ തന്നെ അസാമിൽ നിന്നുള്ള 2 പ്രോഡക്ട്സ് ഉണ്ട്. ഒരു മജൂലി മാസ്ക് ഓഫ് അസാം. മജൂലി മാസ്ക് എന്ന് പറയുന്നത് ഇതൊരു ട്രഡീഷണൽ ക്രാഫ്റ്റ്, വളരെ ഇൻട്രിക്കേറ്റ്ലി ക്രാഫ്ഡ് ആയിട്ടുള്ള വുഡൻ മാസ്കുകളാണ്. അതുപോലെ തന്നെ ഒരു അസാം മജൂലി മാനുസ്ക്രിപ്റ്റ് പെയിൻറ്റിങ്സ്. ഇത്രയും കാര്യങ്ങൾക്കാണ് പുതുതായിട്ട് GI ടാഗ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഒരു മെയിൻസ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് വൈറ്റ് റവല്യൂഷൻ 2.0 ആണ്. നമുക്കറിയാം ഇന്ത്യയിൽ ഈ വൈറ്റ് റവല്യൂഷനിലൂടെയാണ് ഇന്ത്യയിലെ മിൽക്ക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡയറി സെക്ടർ വലിയ രീതിയിൽ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ മെച്ചപ്പെട്ടിട്ടുള്ളത്. ഒരു സമയത്ത് ഈ ഡയറി പ്രൊഡക്ട്സിലൊന്നും സെൽഫ് സഫിഷ്യൻസി ഇല്ലാതിരുന്ന അല്ലെങ്കിൽ ഒരു നെറ്റ് ഡയറി ഇമ്പോർട്ടർ ആയിരുന്ന ഇന്ത്യ ഈ വൈറ്റ് റവല്യൂഷന് ശേഷമാണ് ഒരു നെറ്റ് ഡയറി എക്സ്പോർട്ടറായിട്ട് മാറുന്നതും ലോകത്തിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഡയറി പ്രൊഡ്യൂസറായിട്ട് മാറുന്നതും. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഡയറി സെക്ടറിനകത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ആ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് റവല്യൂഷൻ 2.0 ആവശ്യകതയെക്കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 15-നകത്ത് ഫോർ വൈറ്റ് റവല്യൂഷൻ 2.0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് 1970-കളിലാണ്. അന്ന് അതിനു വേണ്ടിയിട്ട് ഈ ഇന്ത്യയിലെ ഡയറി സെക്ടറിനെ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡൊക്കെ, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡൊക്കെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഇന്ത്യയിലെ ഡയറി ഡെവലപ്മെൻറ്റ് എസ്പെഷ്യലി കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്ന മിൽമയൊക്കെ പോലുള്ള
ഇത്തരത്തിലുള്ള ഗുജറാത്തിലൊക്കെ ഒരുപാട് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഡയറി പ്രൊഡക്ഷൻ വളരെ ട്രമൻഡസ് ആയിട്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ കൂട്ടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു മിൽക്ക് ഡെഫിഷ്യൻ്റ് രാജ്യം എന്നുള്ളിടത്തുനിന്ന് ലോകത്തിൻ്റെ തന്നെ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസറായിട്ട് മാറാൻ ഇന്ത്യനെ ഈ കാര്യം സഹായിക്കുന്നുണ്ട്. ഏകദേശം ഇന്ത്യയുടെ നിലവിലുള്ള ലോകത്തിലെ മിൽക്ക് പ്രൊഡക്ഷനകത്തുള്ള ഇന്ത്യയുടെ ഷെയർ എന്ന് പറയുന്നത് നിയർലി 17% ആണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഇന്ത്യനെ മാറ്റിയിട്ടുള്ളത് ഈ വൈറ്റ് റെവല്യൂഷനാണ്. അപ്പോൾ ഈ വൈറ്റ് റെവല്യൂഷൻ 2.0 ഈ പ്രപ്പോസ്ഡ് ആയിട്ടുള്ള വൈറ്റ് റെവല്യൂഷൻ 2.0 ലക്ഷ്യമായിട്ട് പറയുന്നത് ഇന്ത്യയുടെ നിലവിലുള്ള ഡയറി പ്രൊഡക്ടിവിറ്റിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ജനറ്റിക് ക്വാളിറ്റി, ഈ കൗസിൻ്റെ ഒക്കെ ജനറ്റിക് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, പ്രൊഡക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഈ സെക്ടറിൻ്റെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്ത് എൻഷുർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വൈറ്റ് റെവല്യൂഷൻ 2.0 ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ വൈറ്റ് റെവല്യൂഷൻ 2.0 പ്രപ്പോസ് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കോമ്പോണൻസ് എന്ന് പറയുന്നത് ഒന്ന് ജനറ്റിക് ഇംപ്രൂവ്മെൻ്റ് ആണ്. ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്രീഡിംഗ് ടെക്നോളജീസ് ഒക്കെ, ഇപ്പോൾ എസ്പെഷ്യലി ഈ സെക്സ് സോർട്ടഡ് ആയിട്ടുള്ള സെമൻ ആൻഡ് എംബ്രിയോ ട്രാൻസ്ഫർ പോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്രീഡിംഗ് ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് മിൽക്ക് ഈൽഡ്, അതായത് പെർ അനിമലിൽ നിന്ന് കിട്ടുന്ന മിൽക്ക് ഈൽഡ് ഇംപ്രൂവ് ചെയ്യുക, അതിലൂടെ ഡയറി ഹേർഡിൻ്റെ ഒക്കെ ജനറ്റിക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് അപ്ലിക്കേഷൻ ഓഫ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് അല്ലെങ്കിൽ ARTs ആണ്. ഇപ്പോൾ ഇൻവേർട്ട് ഓഫ് ഫെർട്ടിലൈസേഷൻ പോലുള്ള കാര്യങ്ങൾ, IVF പോലുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് സുപ്പീരിയർ ആയിട്ടുള്ള ജനറ്റിക് ട്രൈറ്റ്സിനെ ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ ഈ നമ്പർ ഓഫ് ഹൈ യീൽഡിങ് മിൽക്ക് ആനിമൽസിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളതൊക്കെയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണ്. ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള ബൊവൈൻ ബ്രീഡിംഗ് സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതിനകത്ത് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഫെസിലിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, എസ്പെഷ്യലി ജനറ്റിക് സെലക്ഷനൊക്കെ വേണ്ടിയിട്ടുള്ള, എംബ്രിയോ കളക്ഷനൊക്കെ വേണ്ടിയിട്ടുള്ള പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നൊക്കെയാണ് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് പ്രൊമോഷൻ ഓഫ് ന്യൂട്രീഷ്യസ് ഫീഡിങ് പ്രാക്ടീസസ് ആണ്. അതായത് ഹൈ യീൽഡിങ് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫോഡർ അല്ലെങ്കിൽ കാലിത്തീറ്റ പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മൾ പശുവിനൊക്കെ തിന്നാൻ കൊടുക്കുന്ന പുല്ല് വർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഹൈ യീൽഡിങ് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫോഡർ ഗ്രാസസ് കൾട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഫാമേഴ്സിനെ എൻകറേജ് ചെയ്യുക, അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഫീഡിങ് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാർമേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ചുകൊണ്ട് ആനിമൽസിൻ്റെ ന്യൂട്രീഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെത്തഡോളജീസ് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോയിന്റായിട്ട് പറയുന്നത്. ഇനി അടുത്തത് വാല്യൂ ഓഫ് അഡീഷൻ ആൻഡ് മാർക്കറ്റ് ലിങ്കേജ് ആണ്. അതായത് ഒരു വാല്യൂ ആഡഡ് പ്രോസസ്സിങ് യൂണിറ്റുകൾ, ഇപ്പോൾ നമ്മൾ റോ മിൽക്ക് വിൽക്കുന്നതിനേക്കാട്ടിലും ബെറ്റർ ആയിരിക്കും അതിൻ്റെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഡയറി പ്രോഡക്ട്സ് വിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രോസസ്സിങ് യൂണിറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞാലും അത് മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് ലിങ്കേജസിനെ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റിന് കുറച്ചും കൂടി ഈൽഡ് അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രൈസ് ഈ പറയുന്ന മാർക്കറ്റിൽ നിന്ന് കർഷകർക്ക് കിട്ടുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മറ്റൊരു കോമ്പോണൻ്റ് ആയിട്ട് പറയുന്നത്. ഇനി ഇതിനുള്ള ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജീസ് ആയിട്ട് പറയുന്നത് ഒന്ന് PPP മോഡലാണ്. അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ മോഡലാണ്. അതായത് പ്രൈവറ്റ് ഡയറി കോപ്പറേറ്റീവ്സുമായിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസൊക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്, എസ്പെഷ്യലി ഈ പറയുന്ന ടെക്നിക്കൽ എക്സ്പെർട്ടൈസിനെയൊക്കെ ലിവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രൈവറ്റ് പബ്ലിക് സെക്ടർ പാർട്ടിസിപ്പേഷനിലൂടെ ഇത് നടപ്പിലാക്കാം എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന് കപ്പാസിറ്റി ബിൽഡിംഗ് ആണ്. എസ്പെഷ്യലി കർഷകരുടെ ഫാമേഴ്സിന് ട്രെയിനിങ്ങും എക്സ്റ്റൻഷൻ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഡയറീസിനെ മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിച്ചുകൊണ്ട് കപ്പാസിറ്റി ബിൽഡിംഗ് നടത്താം. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു പുതിയ ടെക്നോളജീസ് ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, എസ്പെഷ്യലി ജനറ്റിക് ഫീൽഡിനകത്തും പുതിയ ടെക്നോളജിക്കൽ പ്രാക്ടീസസിനകത്തൊക്കെയുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ പോളിസി സപ്പോർട്ട്, ഇതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്കും പോളിസീസും ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുക. അതിലൂടെ ഡയറി സെക്ടറിനകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ കൂടുതൽ ലാഭമുള്ളതാക്കി മാറ്റുന്ന രീതിയിലുള്ള പോളിസീസൊക്കെ ഗവൺമെൻറ് ഫ്രെയിം ചെയ്യാം. അപ്പോൾ അതൊക്കെ ഈ സെക്ടറിൻ്റെ ബെറ്റർമെൻറ്റിനെ അവരെ സഹായിക്കും. അപ്പോൾ ഇതിനകത്തുള്ള എക്സ്പെക്റ്റഡ് ഔട്ട്കംസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും, രണ്ട് കോസ്റ്റ് കുറക്കാൻ പറ്റും, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും, ഈ സെക്ടറിൻ്റെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്ത് എൻഷുർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഇൻ ഇന്ത്യൻ ഹിമാലയൻ റീജിയൻ ആണ്. അപ്പോൾ ഇന്ത്യൻ ഹിമാലയൻ റീജിയനിലുള്ള പ്ലാസ്റ്റിക് പൊല്യൂഷൻ അത് വലിയൊരു ത്രെട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 6 ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മൗണ്ടൻസ് ഓഫ് പ്ലാസ്റ്റിക് ആർ ചോക്കിംഗ് ദ ഹിമാലയൻ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക.
ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഹിമാലയൻ സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഹിമാലയൻ റീജിയനിൽ ഇത്രയധികം പ്ലാസ്റ്റിക്കുകൾ കുമിഞ്ഞു കൂടുന്നത് അല്ലെങ്കിൽ അത് വലിയൊരു ത്രെട്ടായിട്ട് മാറുന്നത്? അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് അൺപ്ലാൻഡ് ആയിട്ടുള്ള അർബനൈസേഷനും അതുപോലെ തന്നെ ടൂറിസവുമാണ്. ഉദാഹരണത്തിന് 2018-21 നടന്നിട്ടുണ്ടായിരുന്ന ഒരു ഹിമാലയൻ ക്ലീനപ്പ് ഉണ്ട്. അപ്പോൾ അത് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇൻ്റഗ്രേറ്റഡ് മൗണ്ടെയിൻ ഇനീഷ്യേറ്റീവും അതുപോലെ തന്നെ സീറോ വേസ്റ്റ് ഹിമാലയാസും നാഷണൽ പ്രൊഡക്ടിവിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയും കൂടി ചേർന്നിട്ടാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ഈ നാഷണൽ പ്രൊഡക്ടിവിറ്റി കൗൺസിലിൻ്റെ ഒരു വേസ്റ്റ് ആൻഡ് ബ്രാൻഡ് ഓഡിറ്റും കൂടി ചേർന്നിട്ടായിരുന്നു. അപ്പോൾ അവരുടെ കണക്കുകൾ അനുസരിച്ച് ഈ ഹിമാലയൻ റീജിയനിൽ വലിയ ഇതിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് വർദ്ധിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതും എസ്പെഷ്യലി നോൺ റീസൈക്ലബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഇന്ത്യൻ ഹിമാലയൻ റീജിയനിൽ വലിയ ഇതിൽ വർദ്ധിച്ചതായിട്ട് കാണുന്നുണ്ട്. മറ്റൊന്ന് മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ അക്യുമുലേഷൻ ആണ്. അതായത് ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കുക, വലിയ പ്ലാസ്റ്റിക് പ്രൊഡക്റ്റുകൾ ഒരു സമയം കഴിയുമ്പോഴേക്കും പൊട്ടിപ്പൊളിഞ്ഞ് അല്ലെങ്കിൽ അത് ഡീഗ്രഡേഷൻ്റെ ഭാഗമായിട്ട് അത് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് മാറും. വളരെ നമ്മുടെ ചിലപ്പോൾ നമുക്ക് കണ്ണിൽ കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അത്രയും ചെറിയ പീസുകളായിട്ട് മാറും. അപ്പോൾ ഇത് ഈ ഹിമാലയത്തിനകത്തുള്ള ഗ്ലേഷ്യേഴ്സിനകത്തും റിവേഴ്സിലും ലേക്സിലും മറ്റുള്ള വാട്ടർ സോഴ്സസിലൊക്കെ വലിയ രീതിയിലുണ്ടെന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇൻഅഡക്വേറ്റ് ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചറാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ മിസ്മാനേജ്മെന്റ് ഓഫ് വേസ്റ്റ് ഇൻഡെക്സ് ഉണ്ട്, അല്ലെങ്കിൽ വേൾഡ് വേസ്റ്റ് മിസ്മാനേജ്മെന്റ് ഇൻഡെക്സ് WMA എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്. അതനുസരിച്ച് ഏറ്റവും വേസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിനകത്ത് ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുന്നത് 98.55 ആണ്. അപ്പോൾ അതിനകത്ത് കെനിയ, നൈജീരിയ, മൊസാംബിക്കിനൊക്കെ ശേഷമാണ് ഇന്ത്യ കിടക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വലിയ രീതിയിൽ ഈ വേസ്റ്റ് മാനേജ്മെന്റ് കപ്പാസിറ്റിയും നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റും തമ്മിൽ വലിയൊരു അന്തരം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ലാക്ക് ഓഫ് സ്പെഷ്യലൈസ്ഡ് റെഗുലേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് നിലവിൽ ഇത്തരത്തിലുള്ള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ജനറൽ ആയിട്ടുള്ള ചില റൂൾസ് ആണുള്ളത്. ഇപ്പോൾ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ഉണ്ട്. പക്ഷേ ഈ റൂൾസ് ഒന്നും തന്നെ ഹിമാലയൻ റീജിയൻസിന് വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യലൈസ് ചെയ്തുണ്ടാക്കിയിട്ടുള്ളതല്ല. ഹിമാലയൻ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മറ്റൊരു പ്രദേശത്ത് വേസ്റ്റ് കൂടുന്നത് പോലെയല്ല ഹിമാലയൻ റീജിയൻസിൽ ഇത് കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹിമാലയൻ റീജിയൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റെഗുലേഷൻസ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഡാറ്റ ഗ്യാപ്സ് ഉണ്ട്. അതായത് ഇത്തരത്തിലുള്ള ക്വാളിറ്റി, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിക്കകത്തും ക്വാണ്ടിറ്റിക്കകത്തും അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും ക്വാണ്ടിറ്റിയെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഡാറ്റ ഇന്ത്യൻ ഹിമാലയൻ റീജിയനിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഇത്തരത്തിലുള്ള പ്രവലൻസിനെ കുറിച്ചുള്ള ഡാറ്റ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല എന്നുള്ള പ്രശ്നമുണ്ട്. ഈ ലോക്കൽ കപ്പാസിറ്റി വളരെ ലിമിറ്റഡ് ആണ് എന്നുള്ള പ്രശ്നമുണ്ട്. ഹിമാലയൻ റീജിയൻസിനകത്തുള്ള ലോക്കൽ ബോഡീസിന് ഇത്തരത്തിലുള്ള പ്രധാനമായിട്ട് അവിടെയൊക്കെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ടൂറിസം വർദ്ധിച്ചതാണ്. അപ്പോൾ ഇത്രയധികം പുറത്തുനിന്നുള്ള ആൾക്കാർ വരുന്ന സമയത്ത് അത് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലുള്ള നിലവിലുള്ള റൂൾസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഒന്ന് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 2016 ആണ്. അതനുസരിച്ച് നമ്മുടെ ഇന്ത്യയിലെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പരാമർശിക്കുന്നത്. രണ്ടാമത്തത് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 2016 ആണ്. അപ്പോൾ ഇന്ത്യയിലെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മുടെ എൻവയോൺമെൻറ്റിനകത്തും അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിക്കൊക്കെ ഉണ്ടാക്കുന്ന ഡാമേജ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് പ്രൊഡ്യൂസേഴ്സിനും ഇമ്പോർട്ടേഴ്സിനും അതുപോലെ തന്നെ ബ്രാൻഡ് ഓണേഴ്സിനൊക്കെ അവരുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എൻഷുർ ചെയ്യുന്നതാണ് എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 2016 പറയുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് സ്റ്റേറ്റ് ലെവൽ റെഗുലേഷൻസ് ആണ്. ഇപ്പോൾ ഹിമാലയൻ സ്റ്റേറ്റുകളായിട്ടുള്ള ഹിമാചൽ പ്രദേശ്, സിക്കിം, മിസോറാം ഇവിടെയൊക്കെ ഈ സിംഗിൾ യൂസ്ഡ് പ്ലാസ്റ്റിക്കുകൾ ബാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ അവർ പാസ്സാക്കിയിട്ടുണ്ട്. രണ്ടാമത്തത് എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് ഓൾറെഡി പറഞ്ഞു. ഇത് ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ബ്രാൻഡ് ഓണേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി, ഒരു എക്സ്റ്റെൻഡഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് ഇന്ത്യൻ ഹിമാലയൻ റീജിയനിൽ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് സ്വച്ഛ് ഭാരത് മിഷൻ ആണ്. സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് പ്രൊജക്റ്റ് ആണ്. പക്ഷേ ഇത് നമുക്കൊരു ജനറൽ ആയിട്ടുള്ള പോളിസിയാണ്. അപ്പോൾ ഇത് ഹിമാലയൻ റീജിയന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കീംസ് അവർക്ക് ആവശ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിന് അത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.